പ്രത്യേകത ആ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ കുറെ ആൾക്ക് അറിയാമല്ലോ. അതിന്റെ പ്രത്യേകത ഈ മലനാട്ടിലെ വിശേഷങ്ങളിൽ ഞാൻ അവതരിപ്പിച്ച കഥാപാത്രം 100 വയസ്സുള്ള ഒരാളായിരുന്നു. അപ്പൊ അദ്ദേഹം ഈ കട്ടിലേക്ക് മൂത്രമൊഴിക്കുമ്പോൾ മകൻ വന്നു ഈ കട്ടിലേക്ക് മൂത്രമൊഴിക്കുമ്പോൾ ഇല്ല ഞാൻ ഒഴിച്ചില്ല. പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ വിഷയത്തില്ലാതെ മുഖത്ത് വെച്ച് അമർത്തിക്കൊണ്ടിരിക്കുമ്പോൾ മരുമകൻ കണ്ടോട്ട് വരും. അച്ഛനെ കൊല്ലാനില്ലാന്ന് ചോദിക്കുമ്പോൾ അച്ഛനെ കൊല്ലാൻ കഴിഞ്ഞാണെന്നുള്ള ചോദ്യം മകന് പ്രയാസമായിട്ട് മകൻ വന്ന് അച്ഛനോട് ക്ഷമ പറയുമ്പോൾ അച്ഛൻ പിടിച്ചു പറഞ്ഞു മറുപടിയാണ്. മുടിയല്ല പഠിച്ചിരിക്കുകയാണ്. അത് എളുപ്പമൊന്നും എനിക്ക് വെച്ചാൽ നമുക്ക് പല റെഡിയായിരിക്കണം. ആരമില്ല 10 ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ പിടിച്ചാണെങ്കിൽ കുറെ കാലം ഉപയോഗിച്ച് കഴിയുമ്പോൾ നൂറ്റൊന്ന് കൊല്ലം തൂങ്ങിയ ചാടിയല്ല പിടിക്കുന്നിടത്തേക്കും നീക്കുകയല്ലേ. ഒരു കഥ കഴിഞ്ഞ ഇതൊന്നും നമ്മുടെ നിയന്ത്രണത്തില്ല. ഞാനെ കൊണ്ട് ചാകാതെ കഴിയുമ്പോൾ ചെയ്യുമെന്ന് പറ. നീതാണോ എന്നെ കഴിച്ചെങ്കിൽ ചാകാതെ പോകുന്നവരൊക്കെ വശം കിട്ടുന്നറിയാം. എന്നാലും അവനവന്റെ പല ഉദ്യോഗത്തോട് ശീലമായി കഴിയുമ്പോ ഞങ്ങൾക്കൊന്നും അത് നാളത്തില്ല മക്കളെ. മൂത്രമാണേലും സ്വന്തമല്ലേടാ. എന്തോ ചെയ്യാനാണ് പറ. അവരൊന്നും വിളിക്കണ്ടേ മക്കളെ. അച്ഛൻ്റെ അഭിപ്രായം പറയട്ടെ. ഈ പതനാപുരത്തൊരു ഗാന്ധി ഭവനുണ്ടെന്ന് കേട്ടു. പ്രായമായവരെയൊക്കെ മാന്യമായി നോക്കുന്നതാണ് കേട്ടത്. മുമ്പ് അവിടെ ചെന്ന് അന്വേഷിച്ചിട്ട് അച്ഛനെ അവിടെ കൊണ്ട് ആക്ക് മക്കളെ കണ്ടു കഴിയുമ്പോ എന്നെ കുഞ്ഞനാട്ടിക്കൊണ്ട് കത്തിച്ച് കളയാൻ പറയണേ. അച്ഛനൊക്കെ ഇരിക്കിടങ്ങിയ മണ്ണല്ലേ. ഇങ്ങനെ പെട്ടെന്നല്ലേ ഉറങ്ങുന്ന മണ്ണല്ലേ. അറിയാവുന്ന ദൈവത്തോടൊക്കെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എന്താണെന്നറിയുമോ? എന്റെ ഈ ആയുസത്ത് മക്കൾക്ക് പുതുക്കല്ലേ തപ്പ് ഞാൻ എന്തിനാ?